നമസ്കാരം. കർക്കിടക മാസത്തിൽ ചെമ്പോത്ത് എന്ന് വിളിക്കുന്ന പക്ഷിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട ചില പഴമക്കാർ വിശ്വസിച്ചിരുന്ന നാടൻ വിശ്വാസങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിലും കർക്കിടകം ആത്മീയ പ്രാധാന്യമുള്ള മാസമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ മാസത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങൾക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്ന അത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. ഇനി ഈ ചിങ്ങമാസത്തിൽ ഉപ്പനെ കണ്ടാൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐശ്വര്യവും സൗഭാഗ്യം. വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതു മുമ്പായി ചില ശുഭസൂചനകൾ നമുക്ക് ഉപ്പൻ നൽകുന്നു. ഇതിന് പ്രാധാന്യമായി ഉപ്പൻ വീടിനു ചുറ്റും നടക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇത്തരത്തിൽ ഉപ്പൻ വീടുകളിൽ ചുറ്റും നടക്കുകയാണെങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് വിശ്വാസം. ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ വീടുകളിൽ മംഗളകാര്യം നടക്കുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കുടുംബസമാധാനം, വിവാഹം, സന്തോഷം, സന്താനലബ്ധി ഇത്തരം മംഗളകാര്യങ്ങൾ ആ വീടുകളിൽ നടക്കാൻ പോകുന്നു എന്ന സൂചന നമുക്ക് ലഭിക്കുന്നു. അതിനാൽ അടുത്തു തന്നെ ചിങ്ങമാസത്തിൽ ഇത് സംഭവിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ചില ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ഓരോരുത്തരുടെയും ഇഷ്ടാനുസരിച്ച് ആഹാരം ലഭിക്കണം എന്ന് എല്ലാവരും വിചാരിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലതും ചീത്തയും നോക്കി ആഹാരം ലഭിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആഹാരം ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള ആഹാരം ലഭിക്കുന്നതും ഉപ്പനെ കാണുന്നതിലൂടെ ലഭിക്കുന്ന ഫലമാണെന്ന് കൂടെ പറയാം. ഒരു വ്യക്തിയുടെ ഇഷ്ടഭക്ഷണം ആകണമെന്നില്ല വേറെ വ്യക്തിയുടേത്. ഉപ്പനെ കാണുന്നതിലൂടെ ഒരു വ്യക്തിക്ക് തങ്ങളുടെ ഇഷ്ടാഹാരം ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. തനിക്ക് ഇഷ്ടമുള്ള ആഹാരം വയറ് നിറച്ച് കഴിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ അത്തരത്തിലുള്ള ആഗ്രഹം ഉപ്പനെ കാണുന്നതിലൂടെ നിറവേറും എന്ന് തന്നെയാണ് വിശ്വാസം. ശുഭവാർത്ത. ജീവിതത്തിൽ എപ്പോഴും ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ പലർക്കും അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തെങ്കിലും ശുഭശകുനങ്ങൾ ജീവിതത്തിൽ ലഭിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും എന്ന രീതിയിൽ നമുക്ക് ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല. എന്നാൽ ഉപ്പനെ ഈ മാസം കാണുന്നതിലൂടെ പോലും ജീവിതത്തിൽ സകല ദുരിതങ്ങളും അവസാനിക്കാനുള്ള സാധ്യത ഇരട്ടിയാണ്. അതിനാൽ തന്നെ ഉയർച്ച വന്നു ചേരും എന്ന സൂചനയാണ് ഉപ്പനെ കർക്കിടക മാസത്തിൽ കാണുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഫലമായി ലഭിക്കുന്നത്. ഉപ്പനെ ഗരുഡപുരാണമായി വളരെ സാദൃശ്യമുള്ള പക്ഷിയായാണ് കാണുന്നത്. കൂടാതെ വിഷ്ണു ഭഗവാന്റെ അവതാരമായി അറിയപ്പെടുന്നു. ജീവിതത്തിൻ്റെ നിലനിൽപ്പ് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. അതിനാൽ ഉപ്പൻ നമ്മുടെ പറമ്പിൽ നടക്കുന്നത് പോലും വിഷ്ണു ഭഗവാന്റെ പ്രീതിയെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കാണുന്നതും അതീവ ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ ലഭിക്കുന്നു. ഇതിനാൽ തന്നെ നമ്മൾ പലരും ഈ പക്ഷിയെ കാണുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. ഇതിനാൽ ജീവിതത്തിൽ ശുഭവാർത്ത വന്നു ചേരും എന്നത് സത്യമാണ്. ജീവിതം തന്നെ മാറിമറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിനാൽ ഉപ്പനെ കാണുന്നതിലൂടെ ഈ ഫലങ്ങൾ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് വന്നു ചേരുന്നതാണ്. കർക്കിടക മാസം പുണ്യമാസമായി തന്നെ അറിയപ്പെടുന്ന ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട മാസം തന്നെയാണിത്. അതിനാൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഈശ്വരാധീനം വന്നു ചേരുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഈ മാസം. അതിനാൽ ഉപ്പനെ കാണുന്നത് ശുഭകരമാണ്.
പുണ്യസ്ഥലത്തിലേക്ക് യാത്ര പോകുവാൻ അവസരം ലഭിക്കുന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കുറേ നാളുകളായി ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കും മറ്റ് എവിടേക്കെങ്കിലും പോകുവാൻ സാധിക്കും എന്ന സന്തോഷമായ സൂചന ഇതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തീർച്ചയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതും എന്നാൽ ലഭിക്കാത്തതുമായ ഒന്നാണ് സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ പലർക്കും ഇത് സ്വപ്നമായി മാത്രം മാറുന്നു. എന്നാൽ ഉപ്പനെ കാണുകയാണെങ്കിൽ വീടുകളിൽ സന്തോഷം നിറയും. ഇതിന് കാരണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇവയെല്ലാം നമ്മുടെ പൂർവികർ തലമുറകളിലൂടെ കൈമാറിയ നാടൻ വിശ്വാസങ്ങളാണ്. വിശ്വസിക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അറിയുവാനും മനസ്സിലാക്കുവാനും ഇത് സഹായിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.